ഹലോ വെൽക്കം ടു ബ്ലിസ് ആർട്ട് വർക്ക്സ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്ന നിക്കാനാമ ഫ്രെയിമിൻ്റെ എഡിറ്റിംഗ് എങ്ങനെ നോക്കിയാലോ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന മോഡലായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് തന്നെ പിൻട്രസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് നിക്കാനാമ ടെംപ്ലേറ്റ് എന്നൊന്ന് സെർച്ച് ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ആ സെർച്ച് ആക്കി സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മോഡൽസ് ഇതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുള്ള മോഡൽ എടുത്തിട്ട് നമുക്ക് പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് നിങ്ങളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പം ഒരുപാട് അതിൻ്റെ ആവശ്യമായിട്ടുള്ള എല്ലാ ടെംപ്ലേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിൻട്രസ്റ്റിൽ നിന്ന് കിട്ടും. ഇനി നമുക്ക് വേണ്ട അറബിക് ലെറ്റേഴ്സാണ്. അപ്പോൾ ഇതിൽ കാണിക്കുന്ന മാതിരി അറബിക് എന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഏത് ലെറ്റേഴ്സാണ് വേണ്ടതെന്ന് അത് സെലക്ട് ആക്കുക. അത് നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുള്ള 2 ലെറ്റേഴ്സിൻ്റെ കിട്ടും. ഞാൻ കിട്ടിയിട്ടില്ല എന്നെങ്കിൽ ആ 2 ലെറ്റേഴ്സിൻ്റെ എടുത്തിട്ട് നിങ്ങൾ ക്യാൻവയിൽ ജോയിൻ്റ് ആക്കിയിട്ട് അങ്ങനെ കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പിൻട്രസ്റ്റ് നോക്കിയാൽ റെഡേ കിട്ടുള്ളൂ. ChatGPT കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഔട്ട്ഫിറ്റിന് കളർ കൊടുത്താൽ അത് കളറാക്കിയിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കണം. അതിന് ഗൂഗിളിൽ പോയി BG റിമൂവർ സെർച്ച് ആക്കിയാൽ മതി. ഇനി ക്യാൻവ പ്രോ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാൻവയിൽ നിന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ക്യാൻവ ഓപ്പൺ ആക്കി വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ A4 ഡോക്യുമെൻറ്റ് സെർച്ച് ആക്കിയാൽ നിങ്ങൾക്ക് ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് കിട്ടും. അതിൽ അപ്ലോഡ് ഫയൽസിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ആക്കി വെച്ചിട്ടുള്ള എല്ലാ ഫോട്ടോസും അതിൽ അപ്ലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നൊക്കെ അറേഞ്ച് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഡൗൺലോഡ് ആക്കിയിട്ടുള്ള ആ ഒരു ഫ്ലവേഴ്സ് നിങ്ങൾക്ക് ഇനി ഔട്ട്ഫിറ്റ് അനുസരിച്ച് കളറ് ചേഞ്ച് ആക്കിയിട്ട് അതുകൂടി ആഡാക്കി എല്ലാതും ഒന്ന് അറേഞ്ച് ആക്കുക. പിന്നെ ക്യാൻവയിൽ എലമെൻറ്റ്സിൽ പോയാണ്ട് അവിടെ ബിസ്മില്ല കാലിഗ്രഫി അല്ലെങ്കിൽ ബിസ്മില്ല അറബിക്കും സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഫോണ്ടിൽ വരുന്ന ബിസ്മി കിട്ടും. അത് ആഡ് ആക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ അറബിക്കിൽ ടൈപ്പ് ആക്കിയത് ആഡ് ആക്കുന്നുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ പോയി ടൈപ്പ് ആക്കി നേരെ കോപ്പി പേസ്റ്റ് എടുത്തിട്ട് ഇതിൽ ഫോണ്ട് സെക്ഷനിൽ സൈഡിൽ കാണുന്ന ഒരു 3 ഡോട്ട് ലൈനുമേ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറബിക്ക് ഫോണ്ട് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഫോണ്ട് ചേഞ്ച് ആക്കിയിട്ട് നിങ്ങൾക്ക് ഏത് ഫോണ്ട് വേണമെങ്കിലും അപ്ലൈ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഞാൻ ഡൗൺലോഡ് ആക്കി എടുത്തിട്ടുള്ള ആ ഒരു 2 ലെറ്റേഴ്സിന് കാലിഗ്രഫിയും കൂടി ആഡ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രൂമിൻ്റെ ബ്രൈഡ് ഈ ഒരു മോഡൽ അറബിക്കിലാണ് കൊടുക്കേണ്ടത്. ഞാൻ ഗ്രൂമിൻ്റെ പേര് അടിച്ചിട്ട് ഇനി അറബിക്ക് നോക്കുമ്പോൾ കിട്ടുന്നത് നേരെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഫോണ്ട് മാറ്റാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡേറ്റും അങ്ങനെ തന്നെ ആട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഹേർട്ടും കൂടി വെക്കാനുണ്ട്. അത് നിങ്ങൾ എലമെൻറ്റ്സിൽ പോയിട്ട് ഹേർട്ട് ഔട്ട്ലൈനോ അല്ലെങ്കിൽ ഹേർട്ടിൽ നിന്ന് മാത്രം അടിച്ചെടുത്ത് നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ ആ ഒരു ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളർ ഏതാന്ന് നോക്കിയിട്ട് ആ ഒരു കളറിൽ അഡ്ജസ്റ്റ് ആക്കിയിട്ട് വെക്കുക. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാണെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങളൊരു ക്രാഫ്റ്ററാണ് അല്ലെങ്കിൽ ക്രാഫ്റ്റർ ആവാൻ വിചാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇതിൽ വരുന്ന വീഡിയോസൊക്കെ യൂസ്ഫുൾ ആവും. ഇനി നമുക്കിതിൽ എലമെൻറ്റ്സിൽ പോയിട്ട് തന്നെ സൈൻ ചെയ്യാൻ വേണ്ടിയുള്ള ലൈന് കൊടുക്കാം. അതിന് ജസ്റ്റ് ലൈൻ എന്ന് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇതിൽ സ്ട്രോക്കിൻ്റെ തിക്നെസ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ക്ലൈൻറ്റിന് ഹേർട്ട് ഷേപ്പിലുള്ളതാണ് വേണ്ടത്, അതായത് തം ഫിംഗറാണ് വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഹേർട്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ട് അതിൻ്റെ കളറും ഈ ഒരു ഫ്ലവറിൻ്റെ കളറാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ക്ലൈൻറ്റ് എങ്ങനെ പറയുന്നത് വെച്ചാൽ ആ മോഡലിൽ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ട് വരുന്ന ഈ ഒരു സൈഡിലുള്ള ഒരു ബ്രൈഡും ഗ്രൂമിൻ്റെ പിക്ചറാണ്. പിന്നെ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാ. ഇതിൽ ഒരു ഗ്രൂമിൻ്റെയും ബ്രൈഡിൻ്റെയും ഫസ്റ്റ് ലൈറ്റ് വെച്ചിട്ടുള്ള അറബിക് കാലിഗ്രഫി ChatGPT കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ ഏത് ബീഡ്സാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ കളർ ആക്കി എടുക്കണം കേട്ടോ, എന്നാലേ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ ചെയ്യുമ്പോൾ. പിന്നെ നോർമലി ഡൗൺലോഡ് ആക്കി എടുക്കുക. അപ്പോൾ ഇതിൽ ബീഡ്സ് ഒട്ടിക്കണം, ബാക്കി എല്ലാ കാര്യങ്ങളും നെക്സ്റ്റ് പാർട്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അത് മറക്കാൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ.